ഹായ് കൂട്ടുകാരി, ഇന്നത്തെ ഉച്ചഭക്ഷണം അതിനായിട്ട് ഞാൻ പ്ലേറ്റ് എടുത്തു. ഈ പച്ച പ്ലേറ്റിൽ എടുക്കുമ്പോൾ നമുക്ക് വഴയിലയിൽ ഉണ്ടെന്ന ഒരു പ്രതീതിയാണ്. ഇതാ നോക്കും, നമ്മൾ ചോറ് വിളമ്പി. ഇന്നെനിക്ക് സ്പെഷ്യൽ പാവയ്ക്കയാണ്, പിന്നെ ഇഡ്ഡലിക്കൊക്കെ റെഡിയാക്കുന്ന സാമ്പാറും. ഇത്രയൊക്കെ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ എളുപ്പം വന്ന് ചോറ് കഴിച്ചേച്ച് പോകുന്നതിന് നമ്മൾ പെട്ടെന്ന് പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. നമ്മളൊരാൾ കഴിഞ്ഞാൽ പോരെ. മറ്റുള്ളവരെല്ലാം കൊണ്ടുപോകുന്നതിന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മുട്ട വറുത്തതൊക്കെ കൊടുത്തുള്ളൂ. ഇതിപ്പോൾ എനിക്ക് പാവയ്ക്ക മെഴുകുവരട്ടി മാത്രം മതിയല്ലോ നമുക്ക് ചോറ് കഴിക്കാം. പിന്നെ ഞാൻ പതിവുപോലെ ശകലം ഉപ്പിടും. പിന്നെ ഞാൻ ചേനയുണ്ടല്ലോ, ചേനയൊക്കെ ഇട്ട പ്രത്യേക ഒരു ടേസ്റ്റാണ് സാമ്പാർ. ഞാൻ തനിയെ തയ്യാറാക്കുന്ന കൂട്ടാണ്. നല്ല അടിപൊളി സാമ്പാറായിരിക്കും. കായമൊക്കെ മേളി നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. പാവയ്ക്ക മെഴുക്ക് പുരട്ടി നല്ല എരിയുള്ള പച്ചമുളക് അരിഞ്ഞിട്ട് മെഴുക്ക് പുരട്ടിയാൽ അതേ മതിയായിരിക്കും നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഞാനത് മാത്രം കൂട്ടിയും കൂടെ കഴിക്കാറുണ്ട് ചോറ്. പണ്ടൊക്കെ പാവയ്ക്ക കഴിക്കില്ലായിരുന്നെങ്കിലും ഈ ആയുർവേദ മരുന്നുകളൊക്കെ പ്രസവ ടൈമിലൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഈ പാവയ്ക്ക മെഴുക്ക് പുരട്ടികളൊക്കെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് നോക്കി അങ്ങനെ കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ്. ഇനി നമ്മൾ അതിനകത്തോട്ട് ശകല എരിയുള്ള മുളകും ഒക്കെ പുരട്ടി അങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ അപ്പ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടിപൊളി സാമ്പാർ കൂടി ഇതിനകത്തോട്ട് ഒഴിച്ച് കുറേശ്ശെയായിട്ട് ചോറ് കഴിക്കാം. കൂട്ടുകാരെല്ലാവരും ലഞ്ച് കഴിച്ചെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണുന്നത് ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം എന്നെ. ഞാൻ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.